എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എന്റെ വിനീതമായ ക്രൈസ്തവ അഭിവാദനങ്ങൾ. ഈ 30 വയസ്സുകാരന് പിന്നിട്ട 13 വർഷത്തെ പ്രേക്ഷിത അനുഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത്. ഒത്തിരി സ്ഫോടനാത്മകമായ സംഭവങ്ങളോ സംഭവ പരമ്പരകളോ അല്ല, മറിച്ച് കാലാകാലങ്ങളിൽ ദൈവീക വിളിക്ക് ജീവിതത്തെ സ്വയം സമർപ്പിച്ചാൽ അവിടുന്ന് നമ്മുടെ മേൽ പകരുന്ന അവിടുത്തെ അഭിഷേകവും ദൈവീക വിശ്വസ്തതയും അനുഭവിക്കുന്നതാണ് ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും വലിയ ധന്യത എന്നുള്ളത്. എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വിവാഹത്തിന് ശേഷം നീണ്ട 9 വർഷം തലമുറകളില്ലാതെ ദൈവത്തോട് കരഞ്ഞു. 10ാമത് വർഷം ദൈവം അവർക്ക് ദാനമായി നൽകിയ ആൺമകനാണ് ഞാൻ. നിന്ദയുടെയും അപമാനത്തിന്റെയും തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളുടെയും നടുവിൽ കണ്ണിൽ നിന്ന് നിറഞ്ഞൊഴുകിയ കണ്ണുനീരുകൾക്കപ്പുറം ദൈവം നൽകിയ വാഗ്ദത്തത്തിന്റെയും ബോധ്യത്തിന്റെയും ആ നവ്യാനുഭവങ്ങൾ വളരെ ചെറുപ്രായം മുതലേ അവർ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു തരുവാനിടയായി. എൻ്റെ 9ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് തന്റെ ഭൗതിക ജോലി രാജിവെച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അനേക തെരുവോരങ്ങളിൽ മടികൂടാതെ കർത്താവിനെ വിളിച്ചു പറഞ്ഞു. ആയിരക്കണക്കിന് കവലകളിൽ സുവിശേഷം വിളിച്ചു പറയുവാൻ എൻ്റെ പിതാവിനും താൻ നേതൃത്വം കൊടുത്ത എബനേസർ ഗോസ്പൽ ടീം എന്ന ആ ഒരു ടീമിനും അവരോടൊപ്പം ഒരു ബാലകനായ എനിക്കും നിൽക്കുവാൻ കർത്താവ് അവസരം നൽകി. അന്ന് ഹൃദയത്തിനകത്ത് വീഴപ്പെട്ട ഒരു സുവിശേഷത്തിന്റെ തീയുണ്ട്. ആ സുവിശേഷത്തിന്റെ തിരുനാളം ഇന്നുവരെയും അണയാതെ സൂക്ഷിക്കാൻ വിശ്വസ്തയോടെ അയക്കപ്പെട്ടിടത്ത് കർത്താവിനെ ഉയർത്താൻ ദൈവം അവസരം നൽകി. എൻ്റെ 17ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്കുള്ള വ്യക്തമായ വിളിയും തിരഞ്ഞെടുപ്പും ബോധ്യമായതിനു ശേഷം കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ വേദവചന പഠനം പൂർത്തീകരിക്കുവാൻ കർത്താവ് അവസരം നൽകി. അനന്തരം വ്യത്യസ്ത മിഷൻ ഫീൽഡുകളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകി. അയക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ഏറ്റവും സന്തോഷമുള്ളത് അനേക തെരുവോരങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം അവസരം നൽകി. കേരളത്തിന്റെ 14 ജില്ലകളിലും സധൈര്യം യേശുവിനെ ഉയർത്തുവാൻ അവിടുന്ന് അവസരം നൽകി. രക്ഷയേന്മിയ സന്ദേശത്തെ ധൈര്യത്തോടെ വിളിച്ചു പറയുമ്പോൾ മരണത്തിന്റെ വക്കോളമെത്തിയ പലരും യേശുവിലേക്ക് ഓടി വരുന്നത് കാണുവാൻ ദൈവം ഈ ജീവിതത്തിൽ അവസരം നൽകി. ഈ 13 വർഷത്തെ അനുഭവത്തിലൂടെ എനിക്ക് പറയുവാനുള്ളത്, ദൈവീക വിളി നമ്മൾ ശിരസാ വഹിച്ച് അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്താൽ ഇന്നലെ വരെ ചിരിച്ചവരുടെ ചിരിക്കുന്ന മുഖം നമുക്ക് കണ്ടെന്നു വരത്തില്ല. ഒരുപക്ഷെ കൈപിടിച്ചുയർത്തുവാൻ ആരും കണ്ടെന്നു വരത്തില്ല. അർഹതപ്പെട്ടവരും പരിഗണിക്കേണ്ടവരും പരിഗണിച്ചെന്ന് വരത്തില്ല. പക്ഷേ പരിഗണിക്കേണ്ടവർ പരിഗണിച്ചില്ലെങ്കിലും, കരുതേണ്ടവർ കരുതിയില്ലെങ്കിലും, ഓർക്കേണ്ടവർ ഓർത്തില്ലെങ്കിലും ഓർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ 13 വർഷത്തിൽ എനിക്ക് അറിയുവാൻ അനുഭവിക്കാൻ കർത്താവ് അവസരം നൽകി. എന്നാൽ ഈ കാലങ്ങളിലും ചില ബർന്നബാസുമാരെ എന്റെ ജീവിതത്തിലും ദൈവം ഒരുക്കി. അവരിലൂടെ ഒത്തിരി ആത്മീയ കൈത്താങ്ങലുകൾ അനുഭവിക്കുവാൻ ദൈവം അവസരം നൽകി. പ്രിയരെ, എന്റെ ഈ അനുഭവത്തിലൂടെ, ചെറിയ അനുഭവത്തിലൂടെ എനിക്ക് പറയുവാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ആയുസ് മാത്രമേ ഉള്ളൂ. കർത്താവിന് വേണ്ടി ചെയ്യാൻ ആ ആയുസ് നമുക്ക് ചെലവഴിക്കാം. ഒരു ജീവിതമേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടി പ്രചരിക്കാം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പ്രിയരെ, കർത്താവിന് വേണ്ടി ഈ ആയുസ് നമുക്ക് ചെലവഴിക്കാം. സുവിശേഷത്തിന്റെ വ്യക്താവായി സാക്ഷിയായി നിൽക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഒരുക്കപ്പെടുന്നത് ഒരു റെഡ് കാർപ്പറ്റ് ആയിരിക്കത്തില്ല. വിമർശന ശരങ്ങളും എതിർപ്പിന്റെ വാക്കുകളും കൈപിടിക്കാൻ ആരും കണ്ടെന്നു വരത്തില്ല. പക്ഷേ എന്റെ അനുഭവത്തിലൂടെ വ്യക്തമായി എനിക്ക് പറയാൻ പറ്റും, കൈപിടിച്ചുയർത്താൻ ആരുമില്ലെങ്കിലും ദൈവത്തിന്റെ കൈക്കീഴിൽ താണിരിക്കുമ്പോൾ അതതിന്റെ സമയത്ത് ഉയർത്തുന്ന സർവശക്തനായ ദൈവമുണ്ട്. നിർമ്മല വചനത്തെ ധൈര്യത്തോടെ മുഖം നോക്കാതെ ഈ തലമുറയിൽ സാക്ഷിയായി നിൽക്കാം. മാനിക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുക തന്നെ ചെയ്യും. പ്രിയരെ, എനിക്ക് ദൈവം ഒരു കുടുംബം തന്നു. എൻ്റെ ഭാര്യ ട്വിങ്കിൾ. എനിക്കൊരു പൈതലിനെ തന്നു, ഫെൽബട്ട. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞിന്റെ ജനനത്തിന്റെ സമയത്തൊക്കെ എൻ്റെ വൈഫ് വല്ലാത്ത ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. പക്ഷെ അവിടെയും കർത്താവ് ഞങ്ങളെ ഉറപ്പിച്ചു, ഞങ്ങളെ ധൈര്യപ്പെടുത്തി. അന്ന് ദൈവം ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളെ ഉറപ്പിച്ചപ്പോൾ എന്റെ മനസ്സിനെ ആഴമായി എപ്പോഴും സ്പർശിച്ചുകൊണ്ടിരുന്ന ഒരു ഗാനമുണ്ടായിരുന്നു. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തന്റെ കയ്യിലെന്നോർത്താൽ ഹായ് എത്ര ധന്യമേ ഈ ലോക ജീവിതം.
ഇവിടെയുള്ള എൻ്റെ കുഞ്ഞിന്റെ ഡെലിവറി നടന്ന ഹോസ്പിറ്റലിൽ അവർക്ക് സംഭവിച്ച ഒരു കൈപ്പിഴ കൊണ്ട് എൻ്റെ വൈഫ് രണ്ടാമതൊരു സർജറിക്ക് വിധേയാകേണ്ടി വന്നു. ആ ഒരു സാഹചര്യങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാമത് അത് സർജറി നടത്തിയ ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു ഭാഗമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടാണ് ഇത് വലിയൊരു ഇൻഫെക്ഷനിലേക്ക് പോകാതെ വണ്ണം നിങ്ങൾ സൂക്ഷിക്കപ്പെടുവാനിടയായത്. 3 മാസം ഇൻഫെക്ഷൻ നടക്കാൻ വൈദ്യശാസ്ത്രത്തിന്റെ നിഗമനത്തിൽ 24 മണിക്കൂറിനകത്ത് ഇൻഫെക്ഷൻ നടക്കേണ്ട കേസ് 3 മാസം കഴിഞ്ഞിട്ടും ഇൻഫെക്ഷന്റെ യാതൊരു എഫക്റ്റും ഇല്ലാതെ അത്ഭുതകരമായി സൂക്ഷിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ആഴം എത്രയാണെന്ന്. പ്രിയരെ, നമ്മുടെ ഈ ജീവിതത്തിൽ വിശ്വസ്തമായി കർത്താവിനെ വേണ്ടി നിൽക്കാം. അവിടുന്ന് എന്നും എന്നേക്കും നമ്മുടെ ജീവിതത്തിലും വിശ്വസ്തനാണ്. ഈ മാറാത്ത ദൈവത്തെ ആയുസ് മുഴുവൻ സേവിക്കാം. ഇന്നും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഈ തുടർന്നുള്ള ആയുസ് എത്ര നാൾ ദൈവം തരുമെന്നറിയത്തില്ല. കർത്താവിന് വേണ്ടി പ്രശോഭിക്കാൻ, പ്രജ്വലിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കവലയാകട്ടെ, അത് കൺവെൻഷൻ വേദിയാകട്ടെ, അത് കിട്ടുന്ന ഏത് അവസരമാകട്ടെ, ഏത് മാധ്യമത്തിലൂടെയും ഒറ്റ കാര്യം മാത്രമേ ലക്ഷ്യമുള്ളൂ: യേശുവിനെ ഉയർത്തണം, യേശുവിനായി ജീവിക്കണം, യേശുവിന് വേണ്ടി മരിക്കപ്പെടണം. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഈ ഒരു അനുഭവം ഒരു ചലഞ്ചായി മാറട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.